അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളോടൊരുമിച്ച് ഈ രാത്രി ഞാൻ മൂന്നാമത്തെ രാത്രിയാണല്ലോ. ഇന്ന് രാത്രി കൂടെ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച വേദഭാഗം ചിന്തിച്ച ശേഷം നാളെ മറ്റൊരു സന്ദേശം നമ്മുടെ ഡെലിവറൻസിന് വേണ്ടി നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി, ഇന്നലെയും മെനഞ്ഞാന്നും ഇന്ന് രാത്രിയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ വളരെ ശാന്തമായി ദൈവമക്കളെ ഓർപ്പിക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. ദൈവമക്കൾക്ക് എല്ലാവർക്കും ദൈവകൃപ ഉണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യസ്ത അളവിലാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് മാത്രം. പൗലോസ് പറയുന്നൊരു പദം ഓരോരുത്തർക്കും ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത നിലകളിലാണ് ദൈവകൃപ ലഭിച്ചിട്ടുള്ളത്. രക്ഷിക്കപ്പെട്ട ദൈവകൃപയെ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളും എല്ലാ ദൈവമക്കൾക്കും ദൈവകൃപ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവകൃപ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മൾ ദൈവകൃപ വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത അളവിൽ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം വേണ്ട നിലയിൽ പല കാര്യങ്ങൾ ഗ്രഹിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മളുടെ ഒരു കുഴപ്പമല്ല, അതൊരു സത്യമാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നാം മറക്കരുത്. പിശാച് എന്ന് പറയുന്ന അനുഭവം, അല്ലെങ്കിൽ പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് കേവലം ഒരു ഊഹാഭോഗമല്ല. ദൈവം യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ പിശാചും യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തിൽ ദൈവിക തൃത്വമുള്ളതുപോലെ തന്നെ പൈശാചിക തൃത്വവും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പിശാചിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നന്മ ബ്ലോക്ക് ചെയ്യലല്ല, നമ്മുടെ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാക്കലല്ല. അതൊക്കെ ഒരു പരിധി വരെ ചെയ്യുന്നില്ലെന്നല്ല, പിശാച് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പിശാച് ചെയ്യുന്ന ഒരു കാര്യം നമ്മെ നിത്യതയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നിത്യത തടയുക എന്നുള്ളതാണ്. ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി കൊടുത്താൽ അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത് വിടുതലെടുക്കുമെന്ന് പിശാചിനറിയാം. ഭയങ്കര പട്ടിണിയുടെ കാലങ്ങൾ ദൈവമക്കൾക്കുണ്ടായിരുന്നു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു കാലം. അതൊരു നാടൻ ഫ്രേസാണേ. രണ്ടാമതൊന്നു മാറി ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാതെ, 3 നേരം ആഹാരം കഴിക്കാനില്ലാതെ, 2 നേരം പോലും തികച്ച ആഹാരം കഴിക്കാനില്ലാതെ വലിയ ഞെരുക്കത്തിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ദൈവമക്കൾക്കുണ്ട്. അഭിഷിക്തരായ കർത്തൃദാസന്മാർ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും ആദ്യകാലങ്ങളിൽ ആഹാരം കഴിച്ച ദിവസങ്ങളൊക്കെ കുറവാണ്. പക്ഷെ അവര് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയും ഭൂതശക്തികൾ കീഴടങ്ങുകയും ചെയ്യുമായിരുന്നു. കാരണം അവരെ ഒതുക്കുവാൻ പട്ടിണിക്ക് കഴിയുമായിരുന്നില്ല, അവരെ ഒതുക്കുവാൻ ഞെരുക്കങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അവരതിനെ അതിജീവിക്കുന്ന ദൈവകൃപ പ്രാപിച്ചു. എന്നാൽ പിശാച് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി നമ്മൾ ഇന്ന് രാത്രി അറിഞ്ഞിട്ട് വേണം ഈ വേദഭാഗത്തിന്റെ തുടർ ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ ഔദ്യോഗിക ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ യേശു കർത്താവ് യെരൂശലേം ദൈവാലയത്തിന്റെ
ചുറ്റുപാടുമുള്ള സിനഗോഗുകൾ പ്രസംഗിക്കുക പതിവായിരുന്നു. യേശു കർത്താവ് സിനഗോഗിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം യേശു സിനഗോഗിൽ ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ സിനഗോഗിലാണ് ചുറ്റുപാടുകളുമുള്ള പൊതു പരിപാടി അല്ലെങ്കിൽ ക്രമീകൃതമായ പഴയ നിയമത്തിന്റെ ആരാധനാ സമയങ്ങളിൽ മാത്രമാണ് അവർ യെരൂശലേം ദൈവാലയത്തിൽ കൂടി വന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ സിനഗോഗുകളിലായിരുന്നു കൂടുന്നത്. അന്നേരം തിരുവെഴുത്തുകൾ, ന്യായപ്രമാണ തിരുവെഴുത്തുകൾ അവരെ വായിച്ചു കേൾപ്പിക്കുക പതിവാണ്. അങ്ങനെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന, സിനഗോഗിൽ പോകുന്ന ഒരു സ്വഭാവം യേശു കർത്താവിനുണ്ടായിരുന്നു. യേശു കർത്താവ് സിനഗോഗിൽ ചെല്ലുമ്പോൾ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കേണ്ടതിന് യേശു കർത്താവിന് കൊടുക്കും. അങ്ങനെ യേശു കർത്താവിന് ഒരിക്കൽ തിരുവെഴുത്തുകൾ, ന്യായപ്രമാണ പുസ്തകം വ്യാഖ്യാനിക്കുവാൻ കൊടുത്തപ്പോൾ യേശു കർത്താവ് ഒരു ഭാഗമെടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് പുസ്തകം തുറന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തന്നെക്കുറിച്ചു തന്നെ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം കണ്ടു. എന്നിട്ട് ആ ഭാഗം യേശു കർത്താവ് വായിച്ചത് ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം എന്താണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്നിട്ട് ആ ഭാഗം താഴോട്ട് വായിക്കുന്നത് വേദപുസ്തകത്തിൽ നിന്ന് ശ്രദ്ധിക്കണം. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് യെശയ്യാവ് കൂടെ വായിക്കണം. എന്നാലേ ഞാൻ ഈ പറയുന്ന വേദഭാഗം ദൈവമക്കൾക്ക് പിടികിട്ടുകയുള്ളൂ. വായിച്ചോളൂ. ദരിദ്രന്മാരോട് സുവിശേഷം ആരെങ്കിലും വായിക്കാമോ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. അവിടെ നിന്നോട്ടെ. താങ്ക് യു സിസ്റ്റർ. ഒത്തിരി നമുക്ക് വായിക്കേണ്ട. നമുക്ക് ലഭിക്കേണ്ട വാക്യം ആ ഭാഗത്ത് നമ്മൾ വായിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ഇനിയും ആ ഭാഗം മറക്കല്ലേ. 3 കാര്യങ്ങളോട് പറയുകയാണ്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിച്ചയക്കുക. ലൂക്കോസ് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് യേശു വായിച്ചത് രേഖപ്പെടുത്തുകയാണ്. ഏത് ഭാഗമാണ് യേശു വായിച്ചത്? യെശയ്യാ പ്രവചനത്തിൽ നിന്ന് 61-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 61-ാമത്തെ അധ്യായം വായിക്കാമോ? ഈ ഭാഗം മറക്കരുത്. 3 കാര്യങ്ങൾ, 3 കമന്ററി നമ്മൾ പറഞ്ഞു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. വായിച്ചോളൂ. യെശയ്യാ പ്രവചനം 61:1. ശരിയാ, കറക്റ്റാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. മതിയല്ലോ. സ്തോത്രം. ശ്രദ്ധിക്കൂ. ഈ 2 വേദഭാഗവും നമ്മൾ ശ്രദ്ധിച്ചെന്ന എൻ്റെ ചിന്ത. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, അല്ലെങ്കിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുവാനും അടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം
പ്രസിദ്ധമാക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും. അപ്പോ അതേ വേദഭാഗം യേശു കർത്താവ് ലൂക്കോസിൽ എടുത്തു വായിക്കുമ്പോൾ യെശയ്യാവിൽ ഇല്ലാത്ത ഒരു പദം ലൂക്കോസിൽ യേശു എടുത്തു വായിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ പ്രവചിച്ചതായി നമ്മുടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പദം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു വായിച്ചപ്പോൾ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയാണ്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, അത് യെശയ്യാ പ്രവചനത്തിനകത്തുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച, അത് യെശയ്യാ പ്രവചനത്തിൽ ഇല്ല. നമ്മൾ ഈ വേദഭാഗം വായിച്ചപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച എന്ന ഭാഗം വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കാണുന്നില്ല. പക്ഷെ അതേ ഭാഗം യേശു പഴയ നിയമത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു പദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യെശയ്യാവ് അത് രേഖപ്പെടുത്താൻ വിട്ടുപോയതല്ല. നമ്മൾ എബ്രായ ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ ഒരു എബ്രായ പദം എഴുതിയിട്ടുണ്ട്. ആ പദം വിശദീകരിക്കുകയായിരുന്നു യേശു കർത്താവ്. എന്താണ്? കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാൻ. അപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച എന്നുള്ളത് യെശയ്യാവിന്റെ ബൈബിളിൽ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ ബൈബിളിലുണ്ട്. മലയാളം ബൈബിളിലാണ് ഇല്ലാത്തത്, എബ്രായ ബൈബിളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുക എന്ന് യേശു പറഞ്ഞതിന്റെ പ്രത്യേകത? യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്ന വിഷയം യേശു പ്രസ്താവിക്കുന്നു. എന്താണ് കുരുടന്മാരെന്ന് യേശു ഉദ്ദേശിച്ചത്? നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ യേശു ഒത്തിരി കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതാണോ? അല്ല, അത് ഭൗമിക ശരീരത്തിന്റെ കുരുട്ട് കണ്ണാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിച്ച അർത്ഥം അതല്ല. ദൈവമക്കൾ കുരുടന്മാരാണെന്ന് പത്രോസ് പ്രസംഗിക്കുന്നുണ്ട്. ഇവയില്ലാത്തവനോ കുരുടൻ അത്രേ എന്നൊരു പദം ഈ പത്രോസിന്റെ ലേഖനത്തിനകത്ത് 1-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. അതിന്റെ മുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാ, ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല, അത് മറ്റൊരു പ്രസംഗമായി പോകും. സോറി. എന്നാൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്? അതിന്റെ അർത്ഥം അല്പം കൂടെ നമ്മൾ ഗ്രഹിക്കണം. 2 കൊരിന്ത്യ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണു കുരുടാക്കി എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ണുകുരുടാക്കുക. ഈ ലോകത്തിന്റെ ദൈവം ആരാണ്? അത് പിശാചാണ്. ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ പറയുന്നത് പിശാചാണ്. അത് അവിശ്വാസികളുടെ കണ്ണുകുരുടാക്കി. ഇന്ന് സാധാരണ നിലയിൽ സുവിശേഷം വിശ്വസിക്കാത്തവരെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഈ വാക്യം പറഞ്ഞു വിടുന്നത്. പക്ഷേ കൊരിന്ത്യ ലേഖനത്തിലെ ആ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അല്പം കൂടെ ആഴം അതിലുണ്ട്. കണ്ണുകുരുടാക്കുക എന്നത് എറ്റിഫ്രോസൻ ബോണ്ടേജ് എന്നൊരു പദമാണ് കൊടുത്തിട്ടുള്ളത്. ആഴമായി 18 പദങ്ങൾ, 18 അർത്ഥങ്ങൾ ഈ ഒരു പദത്തിന് മാത്രം. കണ്ണുകുരുടാക്കുക എന്നതിന് 18 അർത്ഥങ്ങളാണ്. 18 പ്രാവശ്യം 18 പദങ്ങളാണ് ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരർത്ഥം ഞാൻ പറയാം. വേണ്ട നിലയിൽ കാണുവാൻ കഴിയാതെയാക്കുക എന്ന് പറഞ്ഞാൽ നാം ആരാണെന്ന് പൊസിഷൻ അറിയാതെ ആക്കുക, നാം ആരാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെയാക്കുക എന്നൊക്കെയാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞത് ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ശ്രദ്ധിക്കണേ, നാം ആരാന്ന് അറിയാതെ പോകുക. നമുക്കറിയാം, ലോത്തിനെ കുറിച്ച് വായിക്കുന്നില്ലേ? ലോത്തിന്റെ മക്കൾ ലോത്തുമായി പാപത്തിലേർപ്പെട്ടു. ആരാണ് എന്നറിയാതെ പോയി എന്നുള്ളതാണ്. ലോത്ത് ആരാണെന്ന് അറിയാതെ പോയി.
പിതാവ് മക്കൾ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയെ അറിയാതെയാക്കിയ ഒരു നിലവാരം അവിടെ സംഭവിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളെ, നാം ആരാണെന്ന തിരിച്ചറിവില്ലാതെ ആക്കി തീർക്കുന്ന, നമുക്ക് കണ്ടു കാണാം, പക്ഷേ ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ആരാണെന്ന് അറിയാത്ത നിലവാരത്തിൽ പോകുന്ന ഒരു ലെവലിലേക്ക് പിശാച് നമ്മളെ താഴ്ത്തിക്കെട്ടും. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തെ വലിയ നിലയിൽ ബാധിക്കും. സ്തോത്രം. അത് എങ്ങനെയാ സംഭവിക്കുന്നത്? അത് നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുന്നത് റോമാലേഖനത്തിലെ വാക്യമാണ്. ഞാൻ കുറിവാക്യം വായിക്കാതെ വേദപുസ്തകത്തിൽ അങ്ങ് പ്രവേശിച്ചത് ഇന്നുകൊണ്ട് ഈ വിഷയം തീർക്കേണ്ടത് കൊണ്ടാണ്. നാല് വാഴ്ചകളിൽ ഒറ്റ വാഴ്ചയെ നമ്മൾ ഈ 3 ദിവസമായിട്ട് ചിന്തിക്കാൻ എടുക്കുന്നുള്ളൂ, പാപങ്ങളുടെ വാഴ്ച. അത് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ സവിസ്തരമായി ചിന്തിക്കുവാൻ പോകുന്നത്, നമ്മൾ വേണ്ട നിലയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാതെ ആക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ട് കെട്ടുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ അതിനെ ഇങ്ങനെ വിശദീകരിക്കാം. നമ്മൾ ദൈവവചനം കേൾക്കും. ദൈവവചനം കേൾക്കുമ്പോൾ ശക്തമായ പ്രസംഗങ്ങളായിരിക്കും. ശക്തമായ പ്രസംഗങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ഇപ്പൊ ഞാൻ എന്നെ പോലെയുള്ള കർത്തൃദാസന്മാരൊക്കെ പലരും അവിടെ വന്ന് ശുശ്രൂഷിക്കുന്നവരാണ്. ഞാനും അവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകി. നമ്മളൊരു മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. നമ്മൾ പറയും, ഇന്നത്തെ മെസ്സേജ് ഭയങ്കര മെസ്സേജ് ആയിരുന്നു, കേട്ടിട്ടില്ലയോ? ഇന്നത്തെ ദൂത് ഭയങ്കര ദൂതായിരുന്നു, കേട്ടിട്ടില്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയുമാണ്. അങ്ങനെ വന്ന് ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ ഇഷ്ടം പോലെയുണ്ട്. ഞാനും ദൈവകൃപയിൽ ആശ്രയിച്ച് പലപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു സന്ദേശം പറയാൻ ശ്രമിക്കാറുണ്ട്. വ്യത്യസ്തമായി ആരും കേട്ടിട്ടില്ലാത്ത ഒരു സന്ദേശം പറയാൻ കർത്താവെ വചനത്തിൽ നിന്നെ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ പലപ്പോഴും പ്രസംഗിക്കാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സേജ് കഴിയുമ്പോൾ പലപ്പോഴും പലരും അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും തെറ്റാണെന്നോ അതൊന്നും വേണ്ടെന്നോ അല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കാൻ ഒരു പദം പറഞ്ഞെന്നുള്ളൂ. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ മെസ്സേജ് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ശക്തമായ പ്രസംഗമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ആ വേദഭാഗത്തിനകത്ത് ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മെസ്സേജ്, നമുക്ക് ഭയങ്കര ഇഷ്ടമായി മെസ്സേജ്, ശക്തനായ ശുശ്രൂഷകരാണെന്ന് നമ്മൾ പറഞ്ഞു, അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനോഭാവം എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പൗലോസ് പുതിയ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, ബെരോവയിലെ വിശ്വാസികൾ തെസ്സലോനിക്കയിലെ വിശ്വാസികളെക്കാൾ ഉത്തമന്മാരായിരുന്നു. ഉത്തമന്മാരെ എന്തായിരുന്നു അവരുടെ പ്രത്യേകത? തെസ്സലോനിക്ക വിശ്വാസികൾ മോശവും ബെരോവയിലെ വിശ്വാസികൾ കുറച്ച് ബെറ്റർ ആയിരുന്നു. അങ്ങനെയാണോ? അങ്ങനല്ല. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെക്കാൾ ബെരോവയിലുള്ള വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു. ഇപ്പൊ തെസ്സലോനിക്ക വിശ്വാസികൾ മോശമായിരുന്നു എന്നല്ല, അവര് നല്ല വിശ്വാസികളാണ്. പക്ഷെ അവരെക്കാൾ കുറച്ചുകൂടെ ഒരു ആത്മീകമായ പക്വത, ആത്മീകമായ ഒരനുഭവം കീപ്പ് ചെയ്യുന്നതിൽ ബെരോവയിലെ വിശ്വാസികൾ ഉത്സുകതരായിരുന്നു. അതെന്താ? അവർ തിരുവെഴുത്തുകൾ അവരെ ഉത്തമന്മാരായത് കാണാൻ കൊള്ളാവുന്നതുകൊണ്ടല്ല, നല്ല വീട്ടിൽ പാർക്കുന്നതുകൊണ്ടല്ല, നല്ല വണ്ടി ഓടിക്കുന്നതുകൊണ്ടല്ല. അതൊക്കെ ദൈവം തന്നെ ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്നില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവമക്കളെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ജീവിക്കണം. നല്ല വാഹനവും നല്ല ഭവനവും നല്ല വസ്ത്രവും ഒക്കെ ധരിച്ച് ദൈവനാമത്തിന് മഹത്വം വരുന്ന നിലയിൽ തന്നെ നടക്കണം. എന്നും കീറി പറഞ്ഞ റിസൂട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കാനൊന്നും ദൈവം ആഗ്രഹിക്കുന്നൊന്നുമില്ല. അങ്ങനെ നമുക്കൊരു സാഹചര്യം ഉണ്ടായാൽ അത് ദൈവം അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനും സ്തോത്രം ചെയ്യുന്നത് തെറ്റല്ല. പക്ഷെ ദൈവം ഇപ്പൊ നിങ്ങള്
കർത്താവ് അനുഭവിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ലണ്ടൻ എന്ന് പറയുന്ന UK എന്ന് പറയുന്ന മഹാരാജ്യത്തെത്തി. അവിടെ ചെന്നിട്ടും നിങ്ങൾ വള്ളിച്ചെരുപ്പ് വിട്ട് നടക്കത്തുള്ളൂ, ഞാൻ ദൈവകൃപയിൽ, അതുകൊണ്ട് പാരഗൺ ചപ്പലിന്റെ സ്ലിപ്പറേ ഇടത്തുള്ളൂ, അത് തേഞ്ഞാലും വിട്ടുകളയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിവരക്കേടിന്റെ എൻസൈക്ലോപീഡിയ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ മാന്യത പുലർത്തണം എന്നുള്ളത് സത്യമാണ്. നല്ല വാഹനം, ദൈവമക്കളൊക്കെ ശ്രേഷ്ഠരായിട്ട് നടക്കണം, നല്ല ആഹാരം കഴിക്കണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം മേടിച്ചു കൊടുക്കണം. സ്തോത്രം. KFC ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. പക്ഷേ അവരെ വേദപുസ്തകത്തിലെ പത്യോപദേശം കൂടെ പഠിപ്പിക്കണം. അവർ ചോദിക്കുന്ന എല്ലാം കൊടുക്കാം, വേദപുസ്തകത്തിലെ പത്യോപദേശം കൂടെ പഠിപ്പിക്കണം. അവരുടെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കണം. അവർക്ക് ആഹാരം കൊടുക്കരുതെന്നല്ല, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്നേഹിതരെ കിട്ടാൻ ഒക്കെ നമ്മളും പരിശ്രമിക്കണം. അതാ. പക്ഷേ നമ്മൾ അപ്പോൾ തന്നെ ഒരു പത്യോപദേശം കൂടെ പഠിപ്പിക്കണം. ഞാൻ മടങ്ങി വരുന്നു, ശ്രദ്ധിക്കണേ. ഏറ്റവും ഉത്തമന്മാരാണ് ബെരോവക്കാർ എന്ന് പറയാൻ കാര്യമില്ല. അവർ ഉത്തമന്മാരായത് അവരുടെ ഭൗതിക ശ്രേഷ്ഠത കൊണ്ടല്ല, പകരം അവർ തിരുവഴുത്തുകൾ അങ്ങനെ തന്നെയോ എന്ന ദിനം പ്രതി ശോധന ചെയ്തു. എന്ന് പറഞ്ഞ ഒരു പ്രസംഗം കേട്ടാൽ അടുത്ത പ്രസംഗം കേൾക്കുന്നത് ആ കേട്ട പ്രസംഗം വേദപുസ്തകത്തിൽ നിന്ന് ശരിയാണോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നത് വേദപുസ്തകത്തിൽ നിന്നാണോ, വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളുമായി ചേരുന്നതാണോ എന്ന് അവർ പരിശോധിക്കും. ഞാനൊരു ചിന്ത പറയാം. നമ്മൾ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യരെ കുറിച്ച്, ഇല്ലേ? പഴയ നിയമത്തിലെ ന്യായാധിപന്മാരിൽ ശക്തനാണ് ശിംശോൻ. ഒത്നിയേൽ മുതൽ ശിംശോൻ വരെ 13 ന്യായാധിപന്മാരാണ് ആ കാലഘട്ടത്തിൽ ന്യായപാലനം ചെയ്തത്. അതിൽ ഒടുവിലെത്തവനാണ് 13 അല്ല, 2 പേർ എക്സ്ട്രാ ഉണ്ട്. സാധാരണ നിലയിൽ 13 വേദപഠിതാക്കൾ, വേദ അധ്യാപകരൊക്കെ പറയുന്നത് 13 + 2 എന്നാ. അതിന്റെ കാരണം ഒത്നിയേൽ മുതൽ ശിംശോൻ വരെ 13 പേരും, പിന്നീട് ഏലി പുരോഹിതനും ന്യായാധിപനുമാണ്, ശമൂവേൽ പ്രവാചകനും ന്യായാധിപനുമാണ്. അങ്ങനെ 15 ന്യായാധിപന്മാരാണ് മൊത്തത്തിൽ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തത്. അതിൽ ശക്തനായ ഒരു ന്യായാധിപനായിരുന്നു ശിംശോൻ. ശിംശോനെ കുറിച്ച് പ്രസംഗം കേട്ടിട്ടില്ലാത്തവരാരാ ഉള്ളെ? എന്നാ കഴിവാരെന്നറിയാമോ? ഒരു മനുഷ്യൻ അങ്ങോട്ടിറങ്ങി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് കെട്ടി അതിനകത്ത് പന്തം വെച്ച് ഫെലിസ്ത്യരുടെ വിളവിനകത്തോട്ടൊക്കെ ഇറക്കി വിട്ടു എന്നൊക്കെ വേദപുസ്തകത്തിൽ എഴുതി വെക്കുന്നത് പ്രസംഗിച്ച് കേട്ട ആർക്കാണ് ആനന്ദം വരാത്തത്? സ്തോത്രം. ഞാനൊരിക്കൽ മാഞ്ചസ്റ്ററിൽ ചെന്ന് ശുശ്രൂഷിക്കുമ്പോ അഭിഷേകത്തെ കുറിച്ച് ക്ലാസ് എടുക്കേ ശിംശോനെ കുറിച്ച് ഒരു പരാമർശം നിർത്തി. അതിതായിരുന്നു, ശിംശോൻ ഒരിക്കൽ 300 കുറുക്കന്മാരുടെ വാലോട് ചേർത്ത് കെട്ടി. എന്നിട്ട് ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചു, എന്തു തോന്നുന്നു? ഓട്ടെ, ഒരു പൂച്ചയുടെ വാല് തമ്മിൽ കൂട്ടിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? കുറുക്കൻ അവിടെ നിൽക്കട്ടെ, 2 പൂച്ചയുടെ വാല് പിടിച്ച് കൂട്ടിക്കെട്ടാവോ? വിവരം പറയും നമ്മളും അഭിഷേകമുള്ളവരൊക്കെയാ. എന്നാ ശിംശോൻ ചെയ്ത്? ശിംശോൻ ചെയ്ത ശിശുവിടെ ഭയങ്കരമാ. ശിംശോനെ കുറിച്ച് പ്രസംഗിച്ച് കേൾക്കുന്നതൊക്കെ ഭയങ്കരമാ. ശിംശോനെ കുറിച്ച് പറയുന്നത് പച്ചത്താടിയല്ലുണ്ട്, കഴുതയുടെ പച്ചത്താടിയല്ല് കൊണ്ട് ഫെലിസ്ത്യരെ 1 2 എന്ന് പറഞ്ഞ് കൊന്നുകൂട്ടിയെന്ന. എന്നാ വലിയ മിനിസ്ട്രി അല്ലേ? ഒരു പച്ചത്താടിയല്ല് കൊണ്ട് ഫെലിസ്ത്യരെ അടിച്ചു കൊല്ലുക, മാത്രമല്ല കുന്നുപോലെ അടിച്ചു കൂട്ടുക. അതൊക്കെ പ്രസംഗിക്കുമ്പോ ശക്തമായ ഗ്ലോറി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു ശക്തനായ കർത്തദാസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം ശിംശോനെ കുറിച്ച് പ്രസംഗിച്ചത് പച്ചത്താടിയല്ലു കൊണ്ട് 1 2 എന്ന് പറഞ്ഞ് ഫെലിസ്ത്യനെ അടിച്ചുകൂട്ടാൻ ദൈവം അവന് വേണ്ടി ഒരു പച്ചത്താടിയലിന്റെ കൈയുടെ അടുക്കൽ കരുതി. എന്നിട്ട് അദ്ദേഹം അതിന് വ്യാഖ്യാനം കൊടുത്തത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടി ഉള്ളതൊക്കെ ദൈവം നമ്മുടെ കയ്യിൽ തരും. സ്തോത്രം. സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊക്കെ സ്തോത്രം പറഞ്ഞു ഉറഞ്ഞു തുള്ളി അന്യഭാഷ പറയുന്നതൊക്കെ കേൾക്കാം. ഇന്ന് രാത്രിയിൽ ശിംശോൻ
കതകിന്റെ അല്ലെങ്കിൽ ഗേറ്റിന്റെ കുറ്റിയൊക്കെ പറിച്ച് ശത്രുവിന്റെ മുമ്പിൽ നിന്ന് പോകുന്ന ചിത്രം അങ്ങോട്ട് പ്രസംഗിച്ചു ഫലിപ്പിക്കാൻ പ്രസംഗശാസ്ത്രത്തിന്റെ ഏടുകളൊക്കെ മനസ്സിലാക്കിയവർക്ക് സാധുര്യമുള്ളവർക്കൊക്കെ പറ്റും. പക്ഷെ ഒരു കാര്യം അറിയണം, ഇതെല്ലാം ചെയ്യുമ്പോഴും അവൻ എവിടെ കിടക്കുന്നതെന്നോട് അറിയണം. ഞാൻ അതവിടെ നിർത്തട്ടെ, ആ ഭാഗം വിടുക. ചോദ്യം, ദൈവം പച്ചത്താടിയെല്ലാം അവന് വേണ്ടി ഒരുക്കി അവനെ കൊണ്ട് ഫെലിസ്ത്യനെ കൊന്നുകൂട്ടി എന്ന് പ്രസംഗിക്കുമ്പോ നമ്മൾ ആമേൻ പറയുന്നു. വേദപുസ്തകമായിട്ട് ചേരുന്നുണ്ടോ? ശിംശോൻ ആരാണെന്ന് പഠിക്കണം. ശിംശോൻ നാസീർ വ്രതസ്ഥനാണ്. നാസീർ വ്രതസ്ഥന്റെ പ്രമാണം എന്ന് പറയുന്നത് ശവത്തെ തൊടാൻ പാടില്ല, തൊട്ടാൽ അശുദ്ധനാകും, അവന്റെ വ്രതം തെറ്റും, അവൻ ദൈവസ്ഥിതി മാറിയിരിക്കണമെന്നാ. അപ്പൊ ശവത്തെ തൊടാൻ പാടില്ലെന്ന പ്രമാണം ദൈവം കൊടുത്തിട്ട് അതേ പ്രമാണം അനുസരിക്കാൻ പറഞ്ഞ ദൈവം അവനെ കൊണ്ട് കൊണ്ട് ശത്രുവിനെ കൊന്നുകൂട്ടി എന്നൊക്കെ പ്രസംഗിച്ചു പിടിപ്പിക്കുമ്പോ ദൈവം പ്രമാണം തെറ്റിച്ചെന്ന് നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുക. ദൈവത്തിന്റെ സ്വഭാവോ 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യം എന്ന് വായിച്ചേക്കുമോ? 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യം. ശ്രദ്ധിക്കൂ, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവം പറയുകയാണ്, ഞാൻ ഒരിക്കലും എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തെന്നൊക്കെ താഴോട്ട് വായിക്കട്ടെ, ഞാൻ ആ ഭാഗം വിടും. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയുമില്ല. ദൈവം വളരെ അസന്നിഗ്ധമായി വളരെ ഖണ്ഡിതമായി പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ നിയമത്തെ ബ്രേക്ക് ചെയ്യില്ല. 2, ഞാനൊരു കാര്യം പറഞ്ഞ പിന്നെ അതിന് മാറ്റം വരുത്തില്ല. അങ്ങനെയുള്ള സ്വഭാവമാണ് ദൈവത്തിൻ്റെത്. ആ ദൈവം പറയാണ്, നാസീർ വ്രതസ്ഥൻ ശവത്തെ തൊട്ടാൽ അശുദ്ധനാണ്. അങ്ങനെയുള്ള അശുദ്ധി ദൈവം അനുവദിക്കാതിരിക്കെ ശിംശോൻ നാസീർ വ്രതസ്ഥനായി ജനനം കൊണ്ടു തന്നെ അവൻ നാസീർ വ്രതം അനുഷ്ഠിക്കണമെന്ന് ദൈവം പറഞ്ഞവനെ പ്രമാണത്തിനു വിരോധമായതൊന്നുകൊണ്ട് അത്ഭുതം ചെയ്യാൻ ദൈവം പ്രവർത്തിക്കുമെന്ന്, ദൈവം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ച് ആമേൻ പറയുന്നെങ്കിൽ നമുക്ക് തെറ്റി. ജയം. ഞാൻ പറയുന്നത് ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവമക്കളെ, ശിംശോനെ പ്രസംഗിക്കുന്നതിനും ആമേൻ പറയുന്നതൊക്കെ നല്ലതാ. പക്ഷേ അവൻ ചെയ്തതൊന്നും പ്രമാണത്തിൽ നിന്നല്ല. വലിയ മിനിസ്ട്രി ഒക്കെ നടക്കും, പക്ഷെ ദൈവം അതിന് ആമേൻ പറയില്ലെന്നുള്ളതാ സത്യം. നാം ചെയ്തു കൂട്ടുന്നതിനെല്ലാം ആമേൻ പറയുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയല്ല ദൈവം. വേദപുസ്തകത്തിന്റെ പ്രമാണത്തിന് നിരക്കാത്ത ഏതു ശുശ്രൂഷകൾ ചെയ്താലും അതെല്ലാം അംഗീകരിച്ച് മൗനമായിരിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിൻ്റെതെന്ന് നാം തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കണ്ണ് കുരുടാ. ശിംശോൻ ചെയ്തതൊക്കെ ദൈവികമാണെന്ന് കേട്ട ആമേൻ പറഞ്ഞിട്ട് പോയാൽ വേദപുസ്തകവുമായി പരിശോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ട്. ദൈവമക്കൾ ആരാണെന്ന് അറിയാൻ കഴിയാതെ, എന്താണ് ചെയ്യുന്നതെന്നറിയാൻ കഴിയാതെ ഒരു ഫ്രോസൺ ബോണ്ടേജ്, ഒരു എന്താ പറയുക, കണ്ണുകുരുടായ ഒരു ബന്ധനം, ഒരു ബോണ്ടേജ് ദൈവമക്കളുടെ മേലുണ്ടെന്ന്.
ദൈവമക്കൾക്കും ബന്ധനം ഉണ്ടാവും. ദൈവമക്കൾക്ക് ബന്ധനമുണ്ട്. ബന്ധനമില്ലാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, വചനം. ദൈവവചനത്തിനോ ബന്ധനമില്ല, ബാക്കി എല്ലാത്തിനെയും ബന്ധിക്കപ്പെടാം. ദൈവമക്കൾ ബന്ധിക്കപ്പെട്ടു, ശുശ്രൂഷകന്മാർ ബന്ധിക്കപ്പെടില്ലേ? എന്താണ് ഒരു കാലഘട്ടത്തിൽ പ്രസംഗിച്ചിരുന്നത്? ഇന്ന് അതിന് വിരോധമായല്ലേ പലതും പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, ഇന്നലെ ഒരു നിയമവും ഇന്നലെ ഒരു പ്രമാണവും ഇന്നൊരു നിയമവും ഇന്നൊരു പ്രമാണവും ദൈവത്തിൻ്റെതല്ല. അങ്ങനെ പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ കണ്ണു കുരുടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെയാണ് നമ്മള് സ്തോത്രം, ഇവിടെയാണ് തണുപ്പെങ്കിലും എനിക്കാണ് ചുമ കൂടുതൽ. കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ വളരെ ശബ്ദം ശ്രദ്ധിച്ചാണ് ഈ സന്ദേശം പറയുന്നത്. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാണ് ദൈവമക്കളെ. ഞാൻ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒത്തിരി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് കറയില്ലാതെ തുറന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങളെ തുള്ളിക്കുന്ന പ്രസംഗം പ്രസംഗിക്കാൻ. കൃപയാൽ 10-27 കൊല്ലമായി ഞാൻ പരിപാടി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്കറിയാം നന്നായി ജനത്തെ ഇളക്കുന്ന പ്രസംഗം പ്രസംഗിക്കാൻ. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. യഥാർത്ഥ വിടുതൽ എന്ന് പറയുന്നത് വചനം നമ്മുടെ അകത്ത് യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞ് നാം അതിനുവേണ്ടി നിൽക്കുമ്പോഴാണ് ഡെലിവറൻസ്. സ്തോത്രം. ആരും തൊട്ടില്ലെങ്കിലും ആരും നമ്മുടെ കൂടില്ലെങ്കിലും വചനത്തിന്റെ ഒരു വിസ്ഫോടനകരമായ ക്രമീകരണം, ഒരു പ്രവൃത്തി നമ്മ നിർത്താൻ ആർക്കും കഴിയില്ല. പടയ്ക്ക് പുറപ്പെടുന്ന പടക്കുതിരയെ പോലെ, അവൻ പറന്നുയരുന്ന കഴുകനെ പോലെ നാം ദൈവകൃപയിൽ വർദ്ധിക്കുവാനിടയാകും. വചനം നമ്മുടെ അകത്ത് യാഥാർത്ഥ്യമായ ഒരു ക്രമീകരണം നടത്തിയാൽ, ഡെലിവറൻസ് നടത്തിയാൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്നെ ദൈവം ഏൽപ്പിച്ചത് വളരെ ശക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി മാധ്യചാരൊക്കെ നന്നായിട്ട് ഈ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം. കർത്താരദാസൻ ഒക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ആ ഒരു നിലയിലായിരുന്നുകൊണ്ട് ഒത്തിരി സന്തോഷവും കൃപയാലുണ്ട്. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ആത്മീകരെന്ന് അഭിമാനിക്കുകയും ആത്മീകരെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ശക്തന്മാരിൽ പോലും ദൈവഹിതമല്ലാത്ത ക്രമീകരണങ്ങൾ നമ്മുടെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ പാപത്തിന്റെ വാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പലപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടും അതിന് ഗൗരവം കൊടുക്കാതെ പോകുന്ന അനുഭവം വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ ഇതിനെ നമ്മൾ മാത്രമല്ല, ശക്തന്മാർ. ഞാൻ 1-2 ചിന്തകൾ കൊണ്ടുവരാം. പുതിയ നിയമത്തിലെ 2 ശക്തന്മാരായ ശുശ്രൂഷകന്മാർ, ശിഷ്യന്മാർ. അതിലൊരുവനാണ് യൂദ. 12 പേരെ തെരഞ്ഞെടുത്തതിൽ ശക്തനാണ് യൂദ. സ്തോത്രം. നമ്മളൊക്കെ യൂദായെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോശക്കാരനായിട്ടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനല്ല കേട്ടോ. ആ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും നന്നായി കണക്കറിയാവുന്ന മനുഷ്യൻ യൂദയായിരുന്നു. സ്തോത്രം. ആ 12 പേരുടെ ട്രഷറായിരുന്നു യൂദ. അങ്ങനല്ലയോ കർത്താവേ? ആ കൂട്ടത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് യൂദയാ. എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കണക്കറിയാവുന്നതിൽ ഒരാള്, ചുങ്കക്കാരൻ മത്തായിയുണ്ട്, പുള്ളിക്കും കണക്കറിയാം. പക്ഷേ യൂദയായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. യൂദയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പുള്ളിക്ക് മണമടിച്ചാൽ വില പറയാൻ അറിയാം. നമ്മളൊക്കെ ചിലത് പെർഫ്യൂം അടിച്ചു. നമ്മുടെ ബിജുവറൊക്കെ നല്ല 1-ാം തരം പെർഫ്യൂമിന്റെ ആളാന്ന എന്റെ ഒരു ചിന്ത. വീഡിയോ ഓഫ് ചെയ്ത് പോയോ? ഹല്ലേലൂയ. ബിജുവർ നല്ല ഒരു പെർഫ്യൂം മേടിച്ച് അടിച്ചോണ്ട് നടന്നാൽ ഞാൻ ചോദിക്കും, ബ്രദറെ എവിടുന്ന് മേടിച്ചു, ഏതാ ബ്രാൻഡ്, എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കാനേ എനിക്ക് കൃപയാൻ കഴിയുള്ളൂ. പക്ഷെ യൂദ അങ്ങനല്ല. ആ പെർഫ്യൂമിന്റെ മണം അടിച്ചാൽ പറയും, ബ്രദറെ ഇന്ന ബ്രാൻഡ് അല്ലയോ, ഇത്ര പൗണ്ട് അല്ലയോ എന്ന് ചോദിക്കും. അത്രയ്ക്ക് കഴിവാണ് യൂദയ്ക്ക്. ഒരിക്കൽ സ്വച്ഛ ജഡമാംസി തൈലവും ഒരു ഭരണിക്കകത്ത് ഒരു സഹോദരി കൊണ്ടുവന്നു. പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചതേ പുള്ളി പറയാ, 300 വെള്ളിക്കാശി സാധനം കിട്ടിയതേ. അതിന്റെ അർത്ഥം കറക്റ്റ് വില, മണം അടിച്ചോന്നെ കറക്റ്റ് വില.
അത്രയ്ക്ക് ആക്യുറസിയാണ് ഈ മനുഷ്യന്റെ കാൽക്കുലേഷനൊക്കെ. ഇനിയും ആ കൂട്ടത്തിൽ മോശമല്ലാത്ത ഒരു ശുശ്രൂഷ ഈ മനുഷ്യൻ ചെയ്തു. മറ്റു 11 പേരോടുകൂടെ ഭൂതങ്ങളെ പുറത്താക്കാൻ ഈ മനുഷ്യനുണ്ട്. രോഗികളെ സൗഖ്യമാക്കാൻ ഈ മനുഷ്യനുണ്ട്. പക്ഷെ യൂദ പാപം ചെയ്തു. യൂദ പാപം ചെയ്തു നമുക്കറിയാമല്ലോ. രാത്രിയുടെ മറവിൽ ഈ മനുഷ്യൻ യേശുവിനും വില പറഞ്ഞു ഉറപ്പിച്ചെന്ന. യഥാർത്ഥത്തിൽ യൂദായെ തെരഞ്ഞെടുത്തതിനെ കുറിച്ചൊക്കെ ആഴമായി പഠിക്കട്ടെ. യൂദയെ തെരഞ്ഞെടുത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കാനല്ല, യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരിക്കാനാ. ഇഷ്ടം പോലെ അവസരങ്ങൾ ദൈവം കൊടുക്കുകയായിരുന്നു. എന്നിട്ടും അവൻ ആ പ്രക്രിയ നടത്തി എന്നുള്ളതാണ് സത്യം. എന്റെ ചോദ്യം, നമ്മൾ പലപ്പോഴും യൂദയെ യേശുവിനെ വിറ്റവനായി, ഒറ്റിക്കൊടുത്തവനായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തോലന്മാരിൽ ശ്രേഷ്ഠനെന്ന് നാം പഠിപ്പിക്കുന്ന പത്രോസിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നായിരുന്നു പുള്ളിയുടെ പരിപാടി? എന്തായിരുന്നു പുള്ളിയുടെ രീതി? എന്തായിരുന്നു പുള്ളിയുടെ ജീവിതം? അപ്പോസ്തോലന്മാരിൽ ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരിൽ ഒരുവനായി യേശുവിന്റെ കൂടെ നടക്കുക പത്രോസ്. എല്ലാ കാര്യത്തിലും മുമ്പരാ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആർക്കും ഒരു മറുപടിയും പറയില്ലതിപ്പോ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോ കർത്താവ് പറഞ്ഞു, ബറിയോനാ ശിമോനെ, ജഡരക്തങ്ങളല്ല മാംസരക്തങ്ങളല്ല സ്വർഗത്തിലെ പിതാവായ ദൈവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തത്. അപ്പോൾ ദൈവീയ വെളിപ്പാട് ഈ മനുഷ്യനില്ലേ? നിശ്ചയമായും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല ബോധ്യം ഈ മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് മറ്റപ്പോസ്തലന്മാർക്കില്ലാത്ത വെളിപ്പാട് പ്രാപിച്ചിട്ടും ദൈവപുത്രനോട് പാപം ചെയ്തു. മറ്റുള്ള അപ്പോസ്തലന്മാർക്കില്ലാത്ത കരുതൽ പത്രോസ് അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ടാക്സ് കളക്ടേഴ്സ് പത്രോസിന്റെ അടുക്കെന്ന് വെച്ച് പറയാം, നിന്റെ ഗുരു ടാക്സ് കൊടുത്തിട്ടില്ലല്ലോ, നിന്റെ ഗുരു ടാക്സ് കൊടുത്തിട്ടില്ല. പുള്ളി ഒരു ഒറ്റ ഓട്ടം, അടുത്ത പദം പറയാൻ കേൾക്കാൻ നിന്നില്ല. എന്റെ ഭാവനയാണ്, ടാക്സ് കളക്ടേഴ്സ് അവരുടെ അടുക്കൽ വന്നു, ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പത്രോസിനോട് പറയാം, നിങ്ങളുടെ ഗുരു ടാക്സ് കൊടുത്തിട്ടില്ലോ. പുള്ളി ഒരു ഒറ്റ ഓട്ടം നേരെ യേശുവിന്റെ അടുക്കൽ. ഗുരു, ടാക്സ് കളക്ടേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത പദം കേൾക്കാൻ പുള്ളി നിന്നില്ല. കാര്യം എന്നാണെന്നറിയോ? അടുത്ത പദം കേൾക്കാൻ നിന്നെങ്കിൽ അവര് പറയാൻ പോകുന്നത് നീയും അടച്ചിട്ടില്ലല്ലോ പത്രോസ് എന്ന് പറയും. അത് കേൾക്കാൻ പുള്ളി നിന്നില്ല, ഓടി യേശുവിന്റെ അടുക്കൽ ചെന്നു. ഗുരു, ടാക്സ് കളക്ടേഴ്സ് വന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, ശ്രദ്ധിക്ക, നീ പോയി കടലിലേക്ക് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മപ്പണം കിട്ടും. ചതുർദ്രഹ്മപ്പണം എന്ന് പറഞ്ഞാൽ 4 ദ്രഹ്മപ്പണം. അത് എടുത്ത എനിക്കും നിനക്കും വേണ്ടി ടാക്സ് കൊടുക്കാൻ. പത്രോസ് ടാക്സ് കൊടുത്തിട്ടില്ല. പത്രോസിന്റെ ടാക്സ് യേശു കൊടുത്തു. മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും യേശു ടാക്സ് കൊടുത്തതായിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഒരു പ്രത്യേക കൺസേൺ നീ പുള്ളി കൂടെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ വള്ളവും വിട്ടു, വലയും വിട്ടു, സകലവും വിട്ടു, ഞങ്ങൾക്ക് എന്നാ കിട്ടും. പുള്ളി യഥാർത്ഥത്തിൽ വള്ളം വിട്ടോ വല വിട്ടോ എന്നൊക്കെ ചോദിച്ച ഞാനൊരു അഭിപ്രായം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശുവിന്റെ അടുക്കൽ ടാക്സ് കളക്ടേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ പോയി ചൂണ്ടലിട്ട ആദ്യം കിട്ടുന്ന മത്സ്യത്തെ പിടിക്ക എന്ന് പറഞ്ഞേ. യോഹന്നാനെ എവിടെയെങ്കിലും ഒരു ചൂണ്ട കിട്ടുമെന്ന് നോക്ക എന്ന് പറഞ്ഞില്ല. പുള്ളി ഒറ്റ ഓട്ടോ ആ ചൂണ്ട കൊണ്ട്. അതിന്റെ അർത്ഥം എന്നാ? സകലവും വിട്ടെന്ന് പറയുന്ന ഈ പുള്ളിയുടെ എളിയിൽ ആരും അറിയാതെ ഒരു ചൂണ്ട ഇരിപ്പുണ്ടെന്നുള്ളതാ സത്യം. വിട്ടെന്നൊക്കെ പറച്ചിലേ ഉള്ളൂ, ഒരെണ്ണം ആരും അറിയാതെ പുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സകലവും വിട്ടു എന്ന് പറഞ്ഞിട്ട് കൂടെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, വള്ളവും വല എടുത്തോണ്ട്. എന്റെ അർത്ഥം എന്നാ? വിട്ടെന്ന് പറച്ചിലേ ഉള്ളൂ, വിട്ടിട്ടില്ല. ഇനി ഇവന് വിശ്വാസോ ഇവന്റെ ദൈവത്തോടുള്ള ബന്ധോ വാക്കുകൊണ്ട് എന്നാ? കർത്താവ് എല്ലാ ശിഷ്യന്മാരുടെയും കാല് കഴുകാൻ തുടങ്ങുക. ഓരോരുത്തരും കഴുകുമ്പോ എല്ലാവരും അവന്റെ മുമ്പാകെ നമ്രശിരസ്കരായി നിന്ന് യേശു അവരുടെ കാല് കഴുകി.
ഗുരു, അവൻ ചാടി പുറകോട്ട് എന്നിട്ട് കാല് വലിച്ച് പുറകോട്ട് നിന്നു. ഗുരു, നീ എന്റെ കാല് കഴുകുന്നു. പറ്റുകയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ എനിക്ക് നിനക്ക് എന്നോടുകൂടെ പങ്കുമില്ല, ഓഹരിയുമില്ല. പത്രോസ് പറയാ, എന്നെ അങ്ങ് കുളിപ്പിക്കാമോ? എന്നെ മൊത്തത്തെ കുളിപ്പിച്ചേക്കാമോ? കേട്ടാ തോന്നും ഇവന്റെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടാണ്. ഇനിയും ഇവന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്ന ഒരു പദമുണ്ട്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, എങ്കിലും നിങ്ങളുടെ വിശ്വാസം അല്ല. ശ്രദ്ധിക്കണേ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ മാറ്റേണ്ടതിന്. ഇപ്പൊ യേശുവിന്റെ അടുത്ത് പിശാച് വന്ന് ചോദിച്ചെന്താ? 12 ശിഷ്യന്മാരെ ഒരുപോലെ പാറ്റാനുള്ള അനുവാദം. ആ അനുവാദം കർത്താവ് കൊടുത്തു. 12 പേരെ പാറ്റാൻ അനുവാദം കൊടുത്തു. എന്നിട്ട് എന്താ പറയാ? ശീമോൻ പത്രോസിനോട് പറയാ, എങ്കിലും നിങ്ങളുടെ വിശ്വാസമൊന്നല്ല, നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. അപ്പൊ ഈ പുള്ളിയെ പാറ്റിയ പെട്ടെന്ന് തെറിക്കുമോ എന്നുള്ളത് കർത്താവിന് അറിയാം. ബാക്കി 11 പേർക്ക് വേണ്ടി കർത്താവ് ഇടിവ് നിന്നില്ല, ഈ പുള്ളിക്ക് വേണ്ടി ഇടിവ് നിന്നു. അതിന്റെ അർത്ഥം എന്നാ? പുള്ളി ആത്മീയതയെ കാടും പടലും തല്ലി അങ്ങനെ നിൽക്കുക. ശ്രേഷ്ഠ അപ്പോസ്തലനാന്ന് പറഞ്ഞ ദൈവമായിട്ടൊരു ബന്ധമില്ല. നീ സ്തോത്രം, നീ മുക്കുവനാന്ന് പറഞ്ഞിട്ടോ വല്ല ഗുണമുണ്ടോ? ജീവിതത്തിൽ ഒരു മീൻ പിടിച്ചിട്ടില്ല. മുക്കുവ ശ്രേഷ്ഠനാ. നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചേ, എപ്പോ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ലെന്നേ പുള്ളിക്ക് പറയാനുള്ളൂ. ഇനി അത്യാവശ്യമെങ്കിലും ഒരു പരിചയമില്ലാത്ത ഞാൻ പോയി ചൂണ്ടയിട്ടാൽ ഒരു മീൻ കിട്ടും. തിബരിയാക്കടലിന്റെ എല്ലാ മേഖലയും അറിയാവുന്ന പത്രോസ് ആഴത്തി രാവെളുക്കോളം വല വീശിട്ട് ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഉള്ളി കാടും പടലും തല്ലി നടക്കുക. നല്ലൊരു മുക്കോ പോലും അല്ല. എന്റെ പഠനമാ. പിന്നെ വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട്, കർത്താവ് പറഞ്ഞപ്പോഴേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ മനുഷ്യൻ എന്താ ചെയ്തത്? 3 ചോദ്യം യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് ചോദിച്ചെന്നാ? യോഹന്നാന്റെ മകനായ ശീമോനെ. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യമാണ്. ശ്രദ്ധിച്ചേ, അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, കർത്താവിന്റെ ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നോന്നാ. മറുപടി, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അതിനവൻ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തേക്കോച്ച. സ്തോത്രം. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത്തെ ചോദ്യം എന്തുവാ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നോ? മറുപടി, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 17-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 17-ാമത്തെ വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. അതിന് പത്രോസ് മൂന്നാമത് അങ്ങനെ ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു എന്നും എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്നും അവനോട് പറഞ്ഞു. നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. നീ ആ ഡിസ്പ്ലേ മാറ്റിക്കോ. ശ്രദ്ധിച്ചേ, എനിക്ക് നിങ്ങളെ കണ്ട് പ്രസംഗിക്കാൻ കൂടെ ചെയ്യാമല്ലോ. ശ്രദ്ധിച്ചാട്ടെ, 2 പ്രാവശ്യം യേശു ചോദിച്ചത്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നോ? മറുപടി, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്.
രണ്ടാമതും യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നോ? ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 2 പ്രാവശ്യം ചോദ്യം എന്നാന്നറിയാമോ? കർത്താവ് ചോദിച്ച സ്നേഹം ഉണ്ടോന്ന്, നീ എന്നെ സ്നേഹിക്കുന്നോന്നാ. അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അഗപ്പെ എന്ന പദമാ. അഗപ്പെ എന്ന വാക്കിന്റെ അർത്ഥം സാക്രിഫിഷ്യൽ ലവ് എന്നാ. കർത്താവ് ചോദിക്കുക, ഡു യു ഹാവ് എ സാക്രിഫിഷ്യൽ ലവ് ടു മീ ശിമോൻ? അപ്പൊ ശിമോനെ, നിനക്കെന്നോട് ത്യാഗപൂർണമായ ഒരു സ്നേഹമുണ്ടോ? അവൻ പറഞ്ഞെന്നാ അറിയോ? ഊ കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പ്രിയം എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ഫിലിയോ എന്ന പദമാണ്. അതിന്റെ അർത്ഥം മാനുഷിക സ്നേഹം എന്നാ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. ഞാന് കർത്താവിന്റെ ദാസൻ വിരോചിച്ചാനുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാ, വളരെ ഞെരുക്കത്തില്ല, എനിക്ക് ഇത്ര സാമ്പത്തിക ആവശ്യം കഠിനമായി നിൽക്കുക, ഇന്ന് തന്നെ എനിക്കൊരു 100 പൗണ്ട് ആവശ്യമാണ്. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് എനിക്ക് 100 പൗണ്ട് അദ്ദേഹം തന്നു. ആ സമയത്ത് എൻ്റെ ആ വല്ലാത്ത സാഹചര്യത്തിൽ എനിക്കൊരു 100 പൗണ്ട് ആരും തരാതിരുന്നപ്പോൾ ബിനോയ് ചാന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ എനിക്ക് അദ്ദേഹത്തോടുണ്ടാകുന്ന ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എൻ്റെ കാര്യം സാധിക്കാൻ എനിക്ക് സഹായമായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നപ്പോൾ അദ്ദേഹത്തോടുണ്ടാകുന്ന മാനുഷിക സ്നേഹം, അതിന് കൊടുക്കുന്ന പദമാണ് ഫിലിയോ. മാനുഷിക സ്നേഹം, പ്രിയം. കർത്താവ് ചോദിച്ചതേ, നിനക്ക് എന്നോട് ത്യാഗപൂർണമായ സ്നേഹം ഉണ്ടോന്ന. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിന്റെ ജീവനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നോന്നാ ചോദ്യം. ഇവന്റെ മറുപടി എന്നാ? എനിക്ക് നിന്നോട് മാനുഷിക സ്നേഹമുണ്ട്. വല്ലതും കിട്ടുമ്പോൾ ഉള്ള സ്നേഹമേ. 2 പ്രാവശ്യവും അത് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം യേശു ക്വസ്റ്റ്യൻ മാറ്റി. അവൻ 2 പ്രാവശ്യം പറഞ്ഞ മറുപടി പ്രിയമുണ്ടെന്നാ. 3-ാമത് യേശു അവൻ പറഞ്ഞ പദം ഉപയോഗിച്ചു. യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ അറിയോ? നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചാൽ 2 പ്രാവശ്യം നീ എന്നോട് പറഞ്ഞത്, പലോകത്ത് കിട്ടുമ്പോൾ, മനുഷ്യൻ സഹായിക്കുമ്പോൾ, മനുഷ്യനോണ്ടാകുന്ന ഒരു മാനുഷിക സ്നേഹം എനിക്ക് നിന്നോടുണ്ട് കർത്താവേ എന്നല്ലേ നീ മറുപടി പറഞ്ഞേ? സത്യം പറയടാ പത്രോസേ, നിനക്ക് അതെങ്കിലും എന്നോടുണ്ടോ? ഈ പുള്ളി അന്നേരം കരഞ്ഞെന്ന. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതുപോലും ഈ പുള്ളിക്കില്ല. നടപ്പും ഭാവവും ഒക്കെ കണ്ടാൽ എന്നാ ആത്മീയതയാണെന്നറിയാമോ? നമുക്ക് 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കൊന്ന് ഏലിയാവിനും ഒന്ന് നിനക്ക്. എന്നാ സ്നേഹമാണെന്നറിയാവോ? എന്നെ കുളിപ്പിച്ചോ എന്ന് പറയുമ്പോ എന്തൊരു ബഹുമാനമാണെന്നറിയാമോ? ശ്രദ്ധിച്ചേ, അമ്മായിയമ്മയുടെ പനി മാറ്റി, ആവശ്യങ്ങളെല്ലാം നടത്തി, കരവും കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുക കർത്താവ്. ഇനി 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൂടാതെ 5000-ഓളം പുരുഷന്മാർ യേശുവിന്റെ പ്രസംഗം കേട്ട് 3 ദിവസം കഴിഞ്ഞ് വഴിയാത്രയിൽ തളർന്നു പോകുമെന്ന് കണ്ടിട്ട് അവർക്ക് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് കൊടുത്ത കർത്താവ് അത് കൊടുത്ത അനന്തരം 12 കൊട്ട നിറച്ചെടുത്തു. എന്നിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു. 1 കൊട്ട പത്രോസിനും കിട്ടി. കുറെ ദിവസമായി മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് ഒന്നും കഴിക്കാതെ നടക്കുകയാണ് ഈ പുള്ളി. കൊട്ട ഒന്നും മുടക്കിയില്ല. എന്ന് പറഞ്ഞാൽ ഭക്ഷണം മുടക്കിയില്ല, കരം മുടക്കിയില്ല. സ്തോത്രം. അമ്മായിയമ്മയുടെ പനി മാറ്റി കൊടുത്തു. 10 പൈസ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചില്ല. കൂടെ കൊണ്ടു നടക്കുക, എല്ലാം നിവർത്തിച്ചു കൊടുക്കുക. ഇനി ശ്രദ്ധിച്ചേ, വേറെ ആരോടും പടകിന്റെ വലതുവശത്ത് വലവീശി എന്ന് പറഞ്ഞ് വലിയ മീൻകൂട്ടം കൊടുത്തതായി വേദപുസ്തകത്തിലില്ല. ഒറ്റ മീനെ പോലും കഴിവുകൊണ്ട് പിടിച്ചിട്ടില്ലാത്ത ഇവന്റെ വലയ്ക്കകത്ത് സമൃദ്ധിയുടെ മീൻപിടുത്തം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഭൗതികമായ സകല മണ്ഡലങ്ങളിലും പത്രോസിനെ ദൈവപുത്രൻ അനുഗ്രഹിച്ച് സഹായിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉനിയാതെ കൊണ്ടു നടക്കുമ്പോഴും ഈ മനുഷ്യ കർത്താവിനോട് ഒരു സ്നേഹവുമില്ല. മാത്രമാണോ, യേശുവിനെ പിടിച്ച രാത്രിയിൽ 3 പ്രാവശ്യം പത്രോസിനെ ആൾക്കാർ ചോദിക്കും, നിന്നെ കണ്ടിട്ട് അവന്റെ കൂടെ ഉള്ളവരാണെന്ന് തോന്നുന്നല്ലോ. പത്രോസ് പറയാം, ഞാൻ അവനെ അറിയുന്ന പോലുമില്ല. എന്റെ പൊന്നച്ച, എനിക്ക് ഈ പുള്ളി അറിയില്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ
വേലക്കാരി വന്നിട്ട് പറയാ, അങ്ങനല്ലല്ലോ, നിന്റെ മുഖഭാവമൊക്കെ കണ്ടിട്ടേ നീ പത്രോസാണെന്ന് തോന്നല്ലോ, നീ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പത്രോസല്ലേ? ഞാൻ അവനെ അറിയുന്നില്ല. മൂന്നാമത് പട്ടാളക്കാർ പിടിച്ചു നിർത്തി. നിന്നെ കണ്ടിട്ട് പത്രോസാണെന്ന് തോന്നല്ലോ, നീ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് ആണയിടുവാനും അടുത്ത പദവന രാഗുവാനും തുടങ്ങിയത്. ആരെ? ഇന്നലെ ടാക്സ് കൊടുത്തവനെ, ഇന്നലെ ഒരു കൊട്ട അപ്പം കൊടുത്തുവിട്ടവനെ, ഇന്നലെ അവൻ പലതും കൊടുത്ത് നടത്തിയവനെ, പ്രാഗിയെന്നേ. വേറെ ഒരപ്പോസ്തലനും ചെയ്തിട്ടില്ല. എങ്ങനെ പ്രാഗി എന്നൊക്കെ പറഞ്ഞ ആ പദം എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ചിന്ത പറയാം. നമ്മൾ ആരെയും പ്രാകാറില്ല, പക്ഷെ കേട്ടിട്ടുണ്ടല്ലോ പ്രാകുന്നത്. നാട്ടിലെ ഈ പിള്ളേർ വഴക്കുണ്ടാക്കുന്ന സമയം, പിള്ളേർ എത്ര പറഞ്ഞാലും വഴക്കുണ്ടാക്കുകയും കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യുമ്പോ നാട്ടിൻപുറത്ത് ചില അമ്മമാര് ഈ പിള്ളേരെ പ്രാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് കൈയും അങ്ങോട്ട് തലേ കൈ വെച്ചിട്ട് രണ്ട് കൈയും എടുത്ത് തലയിലോട്ട് വെച്ച് എടാ എന്ന് പറഞ്ഞൊരു വൊക്കാബുലറി കൂടെ പറയും. എന്നിട്ട് നീ അമേരിക്ക പോവടാ എന്നാണ് പ്രാകുന്നേ. അങ്ങനല്ല പ്രാകുന്നേ. പിന്നെ പറയുന്ന വൊക്കാബുലറി മനുഷ്യരോട് പറയാൻ പറ്റുകയല്ല. അങ്ങനെയാണെങ്കിൽ പ്രാകുന്ന വാക്കിനകത്ത് ശാപവാക്കുകളെ ഉച്ചരിക്കുന്നത്. ഇവിടെ യേശുവിനെ പത്രോസ് പ്രാഗി, സുവിശേഷകന്മാർ ഒരു കാരണം കാണിച്ചു, അവൻ പറഞ്ഞതൊന്നും എഴുതിയില്ല. പ്രാഗി എന്ന് പറഞ്ഞ നിർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുവും ഇവനുമായി ഒരു ബന്ധവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഏതൊക്കെ വാക്കുകൾ പത്രോസ് ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചെന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഓ, മനസ്സിലാകുന്നില്ലയോ? എന്നെ കുളിപ്പിച്ചോ എന്ന് പറഞ്ഞവനെ ഒരവസരം കിട്ടിയപ്പോ പറയാവുന്ന ശാപവാക്കുകളെല്ലാം യേശുവിനെ പറഞ്ഞു. അവനുമായി എനിക്കൊരു ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ യേശുവിന്റെ വ്യക്തിപരമായ ശുശ്രൂഷയും പരിചരണവും അനുഭവിച്ച ഈ മനുഷ്യൻ ശാപവാക്കുകൾ ചൊരിഞ്ഞു. ജീവിതത്തിൽ ദൈവവുമായി ഒരു സ്നേഹവുമില്ലാതെ, ദൈവപുത്രനുമായി ഒരു ബന്ധവുമില്ലാതെ നടപ്പാറ കൂടെയാ, നടപ്പേശുവിനോടുകൂടെ ഇന്നർ സർക്കിളിൽ. സത്യത്തിൽ ദൈവമക്കളെ, യൂദയാണോ ഏറ്റവും കൂടുതൽ പാപം ചെയ്തത്? പത്രോസാണോ? എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് യൂദയേക്കാൾ പാപം ചെയ്തത് പത്രോസാണ്. യൂദ കാശിനു വേണ്ടി ഒരു ചെറിയ ക്രമീകരണം എന്ന നിലയിൽ യേശുവിനെ വിൽക്കാൻ തയ്യാറായെന്നുള്ള പുള്ളിക്ക് പൈസയോട് ഒരിത്തിരി ആഗ്രഹമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ പറഞ്ഞ അവൻ കള്ളനാകിയാലും പണസഞ്ചി അവന്റെ കയ്യിലാകിയാലും അതിൽ നിന്ന് അവൻ എടുത്തു വന്നതിനാലും അത്രേ ഇങ്ങനെ പറഞ്ഞത്. ഈ 300 വെള്ളിക്കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്വച്ഛജടമാംസി തൈലത്തിന്റെ വിലയും പറഞ്ഞിട്ട് പറഞ്ഞു ഇത് വിറ്റ് വല്ല ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ എന്ന് യൂദാ ചോദിക്കുമ്പോൾ കർത്താവ് പറയാം ദരിദ്രന്മാരോട് വലിയ കാരണം ഉണ്ടായതുകൊണ്ടൊന്നല്ല, ഈ പുള്ളി ചാരിറ്റിയുടെ ആളാണ്, പക്ഷെ ഇത്തിരി അടിച്ചു മാറ്റുന്ന സ്വഭാവമുണ്ട്. ഈ മനുഷ്യൻ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം യൂദയ്ക്ക് ഉണ്ടായിരുന്നത് സാമ്പത്തിക ഇടപാടിന്റെ ഒരു വീഴ്ച ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പത്രോസ് ചെയ്തത്. കൂടെ നടന്നിട്ട് നന്മ അനുഭവിച്ചിട്ട് മാനുഷിക സ്നേഹം പോലും ദൈവപുത്രനോടില്ലാതെ ഒരവസരം വന്നപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സഹായിച്ചവനെ ശപിക്കാൻ പോലും തയ്യാറായ ഈ മനുഷ്യനെ പോലെ ജീവിതത്തിൽ പാപമുള്ളവരാരാ? ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വേണേ പുള്ളി ശിഷ്യന്മാരോട് പറഞ്ഞാ ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. വള്ളവും വലയും വിട്ടെന്ന് പറഞ്ഞ ആളാ. ഞാൻ മീൻ പിടിക്കാൻ വള്ളവും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോയി. മാത്രല്ല അവൻ ചെയ്തൊരു തെറ്റവിടെ കാണാം. അവനങ്ങ് പോയാ പോരായിരുന്നോ? അവൻ പോകേണ്ട 5-6 എണ്ണത്തിനും കൂടെ കൊണ്ടുപോയി. ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റക്കാരനെ പഠിച്ചാൽ പിന്മാറ്റക്കാരൻ്റെ ഒരു സ്വഭാവമാണ്. അവൻ ഒറ്റയ്ക്ക് പോകില്ല, 4 കൊണ്ടേ പോകുള്ളൂ. യഥാർത്ഥത്തിൽ ഇവൻ പിന്മാറ്റക്കാരനാ പത്രോസ്. യേശുവിനെ കൂടെ നടന്ന് ഭൗതിക നന്മ അനുഭവിക്കുന്നുള്ളൂ, മനസ്സുകൊണ്ട് ഇവൻ ദൈവമായിട്ട് ബന്ധമില്ല. യഥാർത്ഥത്തിൽ അവൻ യഥാർത്ഥ മാനസാന്തരം വന്ന് തിബരിയാ കടലിന്റെ കരയിൽ വെച്ചാണ്
അതിനുശേഷമാണ് പത്രോസിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. പത്രോസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ 8 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവനാണ് പത്രോസ്. ജീവിതം മുഴുവൻ പരാജയം, ഒരു മീനെ പോലും പിടിച്ചിട്ടില്ലാത്തവൻ. പക്ഷേ യേശുവുമായുള്ള അഭേദ്യ ബന്ധത്തിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000 എണ്ണം രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. യഥാർത്ഥമായി ദൈവപുത്രനുമായി ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നാം പരാജയപ്പെടാൻ അനുവദിക്കുന്ന ദൈവമല്ല. നമ്മുടെ പരാജയത്തെ മാറ്റി ജീവിതത്തിൽ ധന്യതയേറിയ വിജയം നൽകുവാൻ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശ്വസ്തന. തിബരിയാസ് കടലിന്റെ കരയിലെ ആ ബന്ധമാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. യേശുവിനോടുള്ള ബന്ധത്തിൽ യൂദയേക്കാൾ വലിയ പാപം ചെയ്തവൻ പത്രോസാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നാ? യൂദയ്ക്ക് കുറ്റബോധം ഉണ്ടായി, പത്രോസിന് പാപബോധം ഉണ്ടായി. ഇത് രണ്ടാണ്. രണ്ടുപേരും തെറ്റ് ചെയ്തതിൽ കാഠിന്യം വരെ തെറ്റ് ചെയ്തത് പത്രോസാണെങ്കിലും യൂദയ്ക്ക് കുറ്റബോധം ഉണ്ടായുള്ളൂ. കുറ്റബോധവും പാപബോധവും ബൈബിളിൽ പഠിച്ചാൽ കുറ്റബോധം മാനസാന്തരത്തിലേക്ക് നയിക്കില്ല, പകരം സ്പെസിഫിക് ക്രൈം ആക്ടിലേക്ക് നയിക്കും. ശ്രദ്ധിക്കണേ, ഈ യൂദ ചെയ്തത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവൻ പുരോഹിതന്മാരോട് ചെന്ന് പറഞ്ഞു, ഞാന് കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. ആരോട്? അന്നത്തെ പുരോഹിതന്മാര്. എന്റെ ഭാഷ പറഞ്ഞാൽ കുമ്പസാരം തുടങ്ങി വെച്ചത് ഈ പുള്ളിയാ. സ്തോത്രം. നേരെ ചെന്ന് യേശുവിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, അന്നേരെ അവന്റെ പാപം ക്ഷമിച്ചേനെ. 2, അതുകൊണ്ട് ഈ കുമ്പസാരിച്ചിട്ട് സ്വസ്ഥത ഇല്ലാത്തവനാണ് പിന്നെ ആ പണം കൊണ്ടുപോന്ന് പള്ളിയിലെ കുറ്റിക്കിട്ടെറിഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടിൽ ചിലർ ബസ്സേലിരുന്ന് കുറ്റിക്കിട്ടെറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുരിശടി പള്ളിക്ക്, ഈ കുരിശുപള്ളിയൊക്കെ കാണും, കുരിശടി എന്നാ ഞങ്ങൾ പറയുന്നത് തെക്കോട്ട്. വണ്ടിക്കകത്ത് 25 പൈസ വലിച്ചെറിയ പുള്ളിയാ തുടങ്ങി വെച്ചത്, യൂദയാ തുടങ്ങി വെച്ചത്. ഇപ്പോൾ അവന്മാർ അമാച്ചനാ യൂദ. സ്തോത്രം. ശ്രദ്ധിച്ചേ, 3-ാമത്തെ കാര്യം, പുള്ളി പോയി തൂങ്ങിച്ചത്തു. സ്പെസിഫിക് ക്രൈം ആക്ടിലേക്ക് പോയി. ഒറ്റ വാക്ക് യേശുവിനോട് പറഞ്ഞത്, ഗുരു പറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ യൂദ നിത്യത കയറിയനെ. കാരണം മനുഷ്യന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ മനസ്സുള്ള ഒരുവനാണ് അടുത്തു നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവില്ലാതെ കുറ്റബോധത്താൽ സ്പെസിഫിക് ക്രൈം ആക്ടിലൂടെ നിത്യത നഷ്ടപ്പെടുത്തി യൂദ മാറി. പക്ഷെ അതിനേക്കാൾ പാപം ചെയ്ത പത്രോസ് 3-ാമത്തെ ചോദ്യത്തിന് മുമ്പിൽ, ഗുരു നീ സകലതും അറിയുന്നു, ഞാൻ ആരാധന നിനക്ക് നന്നായി അറിയാമെന്നുള്ള ആഴമേറിയ തിരിച്ചറിവിന്റെ മുമ്പിൽ ആ തിബരിയാസ് കടലിന്റെ കരയിൽ അലറി കരഞ്ഞ പത്രോസ് ദൈവപുത്രന്റെ മുൻപാകെ തന്റെ തെറ്റു സമ്മതിച്ചപ്പോൾ അവനെ കൈവിട്ട് കളയാതെ സകലതും ക്ഷമിച്ച് അവനെ വിജയകരമായ ഒരു ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ കൈവിളിച്ചു നടത്താൻ യേശു കർത്താവ് മതിയായവനായിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നമുക്ക് തെറ്റുവരാം, പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നാം ഫ്ലഷ് ബോഡിയിലാണ്, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാം, അരുതായ്മകൾ സംഭവിക്കാം. പക്ഷെ ഇന്ന് രാത്രി ന്യായീകരിക്കാതെ അതിനെ ദൈവപുത്രന്റെ മുൻപാകെ തുറന്നു സമ്മതിക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തെ ധന്യതയുള്ള ഒന്നാക്കി മാറ്റാൻ, ശ്രേഷ്ഠതയുള്ളതൊന്നാക്കി മാറ്റാൻ, നമ്മുടെ ജീവിതത്തിലെ പരാജയത്തെ മാറ്റി വിജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ എന്റെ യേശു കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മനോഭാവമാണ് ഞാൻ പറയുന്ന പാപത്തോടുള്ള ബന്ധത്തിൽ. പാപം നമ്മുടെ മേൽ വാഴ്ച നടത്താൻ അനുവദിക്കാതെ ഇന്ന് രാത്രി പാപത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാൻ, യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ഈ രാത്രി ഇടയാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു മനുഷ്യനും കൂടെ
വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. നമ്മുടെ ക്ലാസിന്റെ സമയം, സന്ദേശം അവസാനിക്കുന്ന സമയമായി വരുന്നു. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ ശക്തനായ 3 രാജാക്കന്മാരിൽ രണ്ടാമത്തവനാണ് ദാവീദ്. ദാവീദിന് പറ്റിയത് എന്താ? ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് ദൈവത്തോട് പാപം ചെയ്തു. ദാവീദിനെ കുറിച്ച് പുതിയ നിയമത്തിലേക്കുന്നത് ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിന്റെ പാപം എന്നാന്നറിയാമല്ലോ. നമ്മളെപ്പോഴും പറയും, ഊരിയാവിന്റെ ഭാര്യയോട് അവൻ അതിക്രമം ചെയ്തു. ഊരിയാവിന്റെ ഭാര്യയോട് അതിക്രമം ചെയ്തു. അത്രയും പറഞ്ഞു വിട്ടാ മതിയോ ദാവീദിന്റെ പാപം? നോ നോ. ഞാൻ അതൊന്നും ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കണേ, ശമൂവേൽ പ്രവചന പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം ഒന്ന് വേഗത്തിൽ വായിക്കാമോ? 2 ശമൂവേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമോന്യ ദേശം ശൂന്യമാക്കി റബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളിക മേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ എലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്നറിഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ദാവീദിന് വർത്തമാനം അറിയിച്ചു. അപ്പോൾ ദാവീദ് ഹിത്യനായ ഊരിയാവെ അവന്റെ അടുക്കൽ അയപ്പാൻ യോവാബിന് കൽപ്പന അയച്ചു. ഊരിയാവ് അവന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിന്റെയും പടജനത്തിന്റെയും സുവർത്തമാനം യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചറിഞ്ഞു. പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. ഊരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ? നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്താണെന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണേ, എന്റെ ജീവനാണേ, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്കാൻ, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്നും യെരൂശലേമിൽ താമസിച്ചു. പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവന്റെ മുൻപാകെ ഭക്ഷിച്ചു പാനം ചെയ്തു. അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് ചെന്ന് യജമാനന്റെ ഭൃത്യന്മാരുടെ കൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവിനെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവീൻ എന്ന് എഴുതിയിരുന്നു. അങ്ങനെ തന്നെ യോവാബ് ആ പട്ടണത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ട് യോവാബിനോടുകൂടെ പടവെട്ടിയപ്പോൾ ദാവീദിന്റെ സേവകരായ പടജനത്തിൽ ചിലർ പട്ടുപോയി. ഹിത്യനായ ഊരിയാവ് മരിച്ചു. മതി മതി. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ഭാഗം പലപ്പോഴും വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഊരിയാവിന്റെ ഭാര്യയോട് ദാവീദ് ചെയ്ത ഏറ്റവും വലിയ പാപമാണെന്ന് പറഞ്ഞ ആ ഭാഗത്തെ അങ്ങ് വിടുക. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കണം. അവിടെ വായിക്കുന്ന പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ ദാവീദ് ചെയ്ത പാപത്തെ കുറിച്ച് എണ്ണി പറയാൻ പോവുക. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് എടുക്കണ്ട, ഞാൻ വായിച്ചു വിട്ടോളാം, ഡിസ്പ്ലേ മാറ്റിക്കും. സ്തോത്രം. ദാവീദ് യോവാബിനെയും അവന്റെ ദേവരെയും എല്ലാം ഇസ്രായേലിനും അയച്ചു. അവർ അമോന്യ ദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ പാർത്തു. ശ്രദ്ധിച്ചേ, പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് പോയില്ല, അവൻ യെരൂശലേമിൽ പാർത്തു. എന്താ അതിനകത്തെ തെറ്റ്? ഒന്നാമത്തെ തെറ്റ്, ദാവീദിനെ ദൈവം വിളിച്ച വിളി മറന്നു. എന്താണ് ദൈവം അവനെ വിളിച്ചത്? ദാവീദ് 144-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായി എന്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചിരിക്കുന്നു.
അപ്പൊ യുദ്ധം ചെയ്യാൻ ദൈവത്താൽ ട്രെയിനിങ് കിട്ടിയ മനുഷ്യനാണ് ദാവീദ്. ജീവിതത്തിന്റെ സകല കഷ്ടങ്ങളുടെയും നടുവിൽ ദാവീദ് കടന്നു പോയപ്പോൾ ദൈവം അവനെ യുദ്ധത്തിന് പ്രാപ്തനാക്കുകയായിരുന്നു. രാജസ്ഥാനത്ത് വരുമ്പോൾ രാജാക്കന്മാരെല്ലാം യുദ്ധം ചെയ്യേണ്ട സമയത്ത് ഇവൻ വിളി മറന്ന് അരമനയിൽ പാർത്തു. അവനെ എന്തിന് ട്രെയിൻ ചെയ്തു, എന്തിനു വിളിച്ചു എന്നുള്ള ബോധ്യം മറന്ന് അവൻ കൊട്ടാരത്തിൽ പാർത്തു. ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തേത്, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ശ്രദ്ധിക്കണേ, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വരിക എപ്പോൾ? സന്ധ്യക്ക് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരണമെങ്കിൽ ഇവൻ എപ്പോ കിടന്നതാകണം? എന്റെ ഒരു ഉദ്ദേശം പറയാം, ഉച്ചക്കത്തെ ആഹാരം കഴിഞ്ഞ് കയറി കിടന്നിട്ടാകണം. ശ്രദ്ധിച്ചേ, എന്റെ ഒരു അസംശം പറയാണ്, ഞാൻ തെളിവ് പറയാനാ. 55-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദിന്റെ ജീവിതത്തിന്റെ ഒരു റൊട്ടീൻ ഉണ്ട്. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഈ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇവൻ കിടന്നുറങ്ങുക. അപ്പോ വിളി മറന്നു, ഉത്തരവാദിത്വം മറന്നു, ഇത് അവനെ പാപത്തിലേക്ക് അവന്റെ കണ്ണുപോകാനും പ്രാപ്തനാക്കി. ദൈവമക്കളെ, വിളിയും തിരഞ്ഞെടുപ്പും മറക്കുകയും പ്രാർത്ഥന കുറയുകയും ചെയ്താലൊരു ഭക്തന്റെ പതനം ചെറുതായിരിക്കില്ല. നമുക്ക് ലഭിക്കുന്ന നന്മകൾ അനുഭവിക്കുന്നത് നല്ലത്. UK നല്ല രാജ്യ, എല്ലാ ഫെസിലിറ്റിയും ദൈവം തരട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നാട്ടിൽ നിന്ന് കേറുന്നതിന് മുൻപുണ്ടായിരുന്ന കണ്ണുനീരും പ്രാർത്ഥനയും ആ മണ്ഡലം കൊണ്ട് കുറയുന്നെങ്കിൽ അയ്യോ കഷ്ടം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അനുഭവിക്കുമ്പോഴും കണ്ണുനീര് കുറഞ്ഞു പോകാതെ, പ്രാർത്ഥന കുറഞ്ഞു പോകാതെ, നിന്നെ വിളിച്ചവെങ്കിലുള്ള ആശ്രയം കുറഞ്ഞു പോകാതെ ജീവിതത്തെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. എന്താ പറ്റിയേ? കൊട്ടാരത്തിൽ കയറിയപ്പോ പ്രാർത്ഥന കുറഞ്ഞു, ഉറക്കം കൂടി. സ്വോത്രം. തണുപ്പാ, കിടന്നുറങ്ങാൻ നല്ലതാ. ഉപവാസമാണേലും രക്തം ജയം പറഞ്ഞ് കിടന്നുറങ്ങല്ലേ, പ്രാർത്ഥന കുറയല്ലേ. കഴിഞ്ഞില്ല, ഊര്യാവിന്റെ ഭാര്യയുമായി അവിഹിതമായ ബന്ധത്തിലേർപ്പെട്ടു. അതുകൊണ്ട് കഴിഞ്ഞോ? ഒന്നാമത് വിളി പറഞ്ഞു, 2 പ്രാർത്ഥന മറന്നു, 3 പാപം ചെയ്തു, 4 പാപം ചെയ്തത് ഊര്യാവിന്റെ മേൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചു. ആ പാപത്തിനൊരു റിസൾട്ട് ഉണ്ടാക്കുമ്പോ ഊര്യാവിനെ യുദ്ധക്കളത്തിൽ നിന്ന് വരുത്തിയിട്ട് അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടത് സ്നേഹം കൊണ്ടല്ല, താൻ ചെയ്ത തെറ്റിന് ഉത്തരവാദി താനാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ ഊര്യാവിന്റെ മേൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുക. പക്ഷെ ഊര്യാവ് വിശ്വസ്തനായിരുന്നോണ്ട് വീട്ടിൽ പോയില്ല. ഇവനെ പറഞ്ഞു വിട്ടിട്ട് സമ്മാനം പുറകെ കൊടുത്തയച്ചെന്ന്. സമ്മാനം പുറകെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? തിരിച്ചൊന്നും പറയാത്ത നിലയിൽ അവന്റെ വായടപ്പിക്കാൻ എല്ലാ ക്രമീകരണവും ദാവീദ് ചെയ്യുക. എന്നാൽ വിശ്വസ്തനായ ഊര്യാവ് പോയില്ല. രാവിലെ ചോദിച്ചു, നീ പോയില്ലയോ? എന്റെ യജമാനായ യോവാവ് യുദ്ധക്കളത്തിൽ കിടക്കും, ഞാൻ വീട്ടിൽ പോയി സന്തോഷിക്കുന്നത് എങ്ങനെയാ? എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാൽ ഇന്ന് ഒരു ദിവസം കൂടെ കഴിയേ. ദാവീദ് അടുത്ത തന്നെ പിറ്റേ ദിവസം ഊര്യാവിനെ തന്റെ അടുക്കൽ വരുത്തി അവന് ആഹാരം കൊടുത്തു മാത്രമല്ല, അവനെ വീഞ്ഞു കുടിപ്പിച്ച് ലഹരി പിടിപ്പിച്ചെന്ന്. പ്രാർത്ഥനയുള്ള, ദൈവകൃപയുള്ള, വിളിയുള്ള, ശ്രേഷ്ഠ തിരഞ്ഞെടുപ്പുള്ളവൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിച്ചവൻ, ഇപ്പൊ ഒരുത്തന്റെ മേൽ കുറ്റം വെച്ച് കെട്ടി അവനെ ഒതുക്കാൻ കള്ളു കൊടുത്തവന് ലഹരി പിടിപ്പിച്ചെന്നേ. സ്തോത്രം. കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടും തീർന്നില്ല, അതുകൊണ്ടും അവസാനിക്കുന്നില്ലെന്ന് കണ്ടിട്ട്
രഹസ്യമായി അവനെ കൊന്നുകളയാൻ പദ്ധതി ഒരുക്കി. അവനെ കൊന്നു കളഞ്ഞു. അപ്പൊ എത്ര പാപമാ ദാവീദ് ചെയ്തേ? വിളി പറഞ്ഞു, പ്രാർത്ഥന പറഞ്ഞു, പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ടു, ആ തെറ്റ് വേറൊരുവന്റെ മേൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ടപ്പോൾ അവന് സമ്മാനം കൊടുത്ത് മയക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് നടക്കാതിരുന്നപ്പോൾ അവനെ വീഞ്ഞ് ലഹരി പിടിപ്പിച്ചു. അതുകൊണ്ട് നടക്കാഞ്ഞിട്ട് അവനെ കൊന്നുകളഞ്ഞു. ഞാൻ പഠിച്ചപ്പോ 7 പാപങ്ങൾ അക്കമിട്ടു ചെയ്തവനാണ് ദാവീദ്. പക്ഷേ ജീവിതത്തിൽ ദൈവ ശബ്ദം കേട്ടപ്പോൾ ഒരു പ്രവാചകൻ അവന്റെ പാപത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിന്റെ മുമ്പിൽ നെടുമ്പാടു വീണ് അലറിക്കരഞ്ഞ് ദാവീദ് ദൈവകൃപയിൽ മടങ്ങി വരികയാണ്. ആ കരച്ചിലാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണവനോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ തെറ്റു തിരിച്ചറിഞ്ഞു അലറിക്കരഞ്ഞ ആ മനുഷ്യൻ. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിൽ ന്യായീകരണത്തിന് ഉദിക്കാതെ, സ്വയനീതീകരണത്തിന് ശ്രമിക്കാതെ ജീവിതത്തിലെ തെറ്റേറ്റു പറഞ്ഞ് കരഞ്ഞവന് ദൈവത്തിന്റെ കരുണ ലഭിച്ചു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഭക്തനായവൻ മാറി. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രി ഈ ചിന്തകൾ എന്തിനാ പറഞ്ഞെന്നറിയാമോ? 2 വ്യക്തിത്വങ്ങൾ, 3 വ്യക്തിത്വങ്ങളെ ഞാൻ അവതരിപ്പിച്ചു. 3 അല്ല 4. ശിംശോനെ ഞാൻ അങ്ങ് വിടുന്നു. ശിംശോൻ ഒരു വശത്ത് ശുശ്രൂഷയും ഒരു വശത്ത് പാപവും ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുക. റിസൾട്ട് അറിയാമല്ലോ. പരസ്യകോലമായി ശത്രുവിനെ അരിയാട്ടത്തക്ക നിലയിൽ ആ മനുഷ്യൻ തകർന്നു. ഞാൻ അവനെ വിടുന്നു. പക്ഷേ ദാവീദും പത്രോസും യൂദയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ രാത്രി വരച്ചു കാട്ടിയതിന്റെ ചിത്രമിത. യൂദയും പാപം ചെയ്തു, പത്രോസും പാപം ചെയ്തു, ദാവീദും പാപം ചെയ്തു. പാപത്തിന്റെ വാഴ്ച അവരുടെ മേൽ വ്യാപരിച്ചു. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് അലറിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ അവർ തയ്യാറായപ്പോൾ യൂദ ചെയ്തതുപോലെ സ്വയം നീതീകരണത്തിന് ശ്രമിക്കാതിരുന്നപ്പോൾ ആ ഭക്തരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു ധന്യമാക്കി ആ തലമുറകളെ ആദരിച്ച് ഇന്നും ആ കുടുംബത്തോട് കരുണ കാണിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഈ രാത്രി നാം ആയിരിക്കുന്ന. മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, എന്തിനാണ് ഈ സന്ദേശം പറഞ്ഞെന്നറിയാമോ? നാം ആരും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നില്ല. എന്നാൽ അറിയാതെ ചെയ്യുന്ന ചില പാപ സ്വഭാവങ്ങളുണ്ട്, സ്വമേധാ പാപങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോയില്ല. സ്വമേധാ പാപം 5 റൂട്ടിൽ പഠിക്കുന്നതാ. 2 ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. മറ്റൊന്നാണ്, ഒന്ന് നമ്മൾ പറഞ്ഞ ആ പദം പ്രിസംപ്റ്റുവസ് സിൻ റെയിനിങ് എന്ന പദമാണ് സ്വമേധാ പാപത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ആമേൻ. 119-ാം സങ്കീർത്തനം 133-ാമത്തെ വാക്യത്തിൽ യാതൊരു അനീതിയും എന്റെ മേൽ വാഴരുതേ എന്ന് ദാവീദ് പറയുന്നു. ഇനിക്വിറ്റി റെയിനിങ് എന്നാണ് പദം. അനീതിയുടെ വാഴ്ച, പാപത്തിന്റെ വാഴ്ച, ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ അവരെ പിറകോട്ടടിക്കും, നിത്യത നഷ്ടപ്പെടുത്തും. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെയും കാർന്നു പിടിക്കാൻ, ഇന്ന് രാത്രിയും നമ്മുടെ ജീവിതത്തെയും തകർത്ത് കളയാൻ നാം അറിയാതെ ശത്രു നമുക്കെതിരെ പാപത്തിന്റെ വാഴ്ചകൾ അഴിച്ചുവിടുമ്പോൾ അതിനുമേൽ ആത്മാവിൽ ജയമെടുക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന നിമിത്തം നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ പദം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ രാത്രിയിലെ സന്ദേശം ദൈവമക്കളെ, നമ്മളൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു വാക്യമുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 5-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ തുടങ്ങിയത്. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഈ വാക്യം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടുക. പക്ഷെ നിങ്ങൾ ആ ഇംഗ്ലീഷ് വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the spirit. എന്താ അതിന്റെ അർത്ഥം? ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ലെന്നല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അനുസരിച്ചു നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ലെന്നാണ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കല്ലേ. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നമുക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകും. ജഡത്തെ അനുസരിച്ച് നടന്നാൽ ശിക്ഷാവിധി ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. എന്താ ശരി? തെളിവ് കർത്തൃമേശയോടുള്ള പൗലോസ് പറയുന്നൊരു പദമുണ്ട്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി അകപ്പെടാതെ ഇരിക്കേണ്ടതിന് തന്നെ. അതിന്റെ അർത്ഥം എന്നാ? ലോകത്തോടുകൂടെ ശിക്ഷാവിധി നമുക്കും സാധ്യത ഉണ്ടെന്നല്ലേ? നാം നമ്മെ തന്നെ ഒന്ന് വിധിക്കണം. ഇന്ന് രാത്രി പാപത്തിന്റെ വാഴ്ച എന്റെ മേലുണ്ടോ? പാപങ്ങളുടെ വാഴ്ച എന്റെ മേലുണ്ടോ ഇന്ന് രാത്രി? അതോ ക്രിസ്തു എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നു? ആരാണ് എന്റെ കർത്താവ്? ആരാണ് എന്നെ കർത്തൃത്വം നടത്തുന്നത്? ആത്മീകരെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മളെ നയിക്കുന്നതാരെന്ന് വളരെ ആഴമായി ചിന്തിക്കുവാൻ നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഈ രാത്രിയിൽ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നമുക്ക് കഴിയില്ല. രണ്ട് വള്ളത്തിൽ കാല് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. ഇരുവഴിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ വഴിയിലൊക്കെ സ്ഥിരനാണ്. ഇന്ന് രാത്രി യഥാർത്ഥമായി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. യഥാർത്ഥമായി നമുക്ക് കർത്താവിനെ സേവിക്കാം. പത്രോസിനെ പോലെ നമുക്ക് അലറിക്കരയാ, കർത്താവേ നീ എന്നെ അറിയുന്നു, നീ യഥാർത്ഥമായി എന്നെ അറിയുന്നു, ഞാൻ ആരാണെന്ന് അറിയാവുന്ന ഒരുവൻ നീ മാത്രമാ. അതെ, ഇന്ന് രാത്രി നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെ അറിയില്ല, നമ്മുടെ ഭർത്താവിന് നമ്മെ അറിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ അറിയില്ല, നമ്മുടെ പാസ്റ്റർക്ക് നമ്മെ അറിയില്ല, ശുശ്രൂഷകന്മാർ കടന്നു വരുന്നവർക്ക് നിങ്ങളെ അറിയില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന, നമ്മുടെ ഉള്ള അവസ്ഥയെ നന്നായി അറിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ നിർണയങ്ങളെ നന്നായി അറിയുന്ന, നമ്മുടെ ചിന്താഗതികളെ നന്നായി അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെയും ഉള്ളുകളെയും ഉൾപ്പുകളെയും നന്നായി അറിയുന്ന ഒരുവനുണ്ട്. അവനോട് പറയാം, കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, യാതൊരു അനീതി എന്നിൽ വാഴുവാൻ അനുവദിക്കാതെ നീതിയുള്ള ഒരു ജീവിതം നയിക്കാം, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കാം എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 3 ദിവസത്തെ വചന ചിന്തകൾ നമുക്ക് ഒരു അനുഗ്രഹമായി മാറേണ്ടതിന് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ രാത്രി കൂടെ കർത്താവ് അനുവദിച്ചാൽ എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരമുണ്ടല്ലോ. ഞാൻ നാളെ രാത്രി മറ്റൊരു സന്ദേശം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുക. അതൊരു ഡെലിവറൻസ് ആയി മാറണം, അതൊരു വിടുതലായി മാറണം, ഒരു ദൈവപ്രവൃത്തിയായി മാറണം. അതിനാണ് ഒന്നാമതായി ഈ ഭാഗം അവതരിപ്പിച്ചത്. ദൈവം നമുക്ക് വേണ്ടി കരുതിയ വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ പോകരുത്. ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചന ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 3-4 മിനിറ്റ് മുന്നോട്ട് പോയി ദയവായി ക്ഷമിക്കുക. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു.